ശിവായ മക്കളെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഗദ്യഭാഗമാണ്. ഗദ്യഭാഗത്തിൽ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ യശ്പാൽ എന്നുള്ള ഹിന്ദിയിലെ സുപ്രസിദ്ധ ലേഖകൻ എഴുതിയ ദുഃഖ് കാ അധികാർ എന്നുള്ള കഥയാണ്. അതൊരു സ്റ്റോറിയാണ്, ദുഃഖ് കാ അധികാർ. സോ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ധൂലാണ്. അത് നിങ്ങളുടെ ഡിലീറ്റഡ് ലെസണായിട്ടാണ് വരുന്നത്. മക്കൾക്ക് നെക്സ്റ്റ് ലെസണാണ് പഠിക്കാനുള്ളത്, യശ്പാലിൻ്റെ ദുഃഖ് കാ അധികാർ. ഇതാണ് യശ്പാൽ എന്ന് പറയുന്ന ഹിന്ദിയിലെ സുപ്രസിദ്ധ കവി. यशपाल का जन्म फिरोज़ापुर छावनी में सन 1903 में हुआ था. इन्होंने आरंभिक शिक्षा स्थानीय स्कूल में और उच्च शिक्षा लाहौर में पाई. ഹിന്ദിയിലെ സുപ്രസിദ്ധ എഴുത്തുകാരനായ യശ്പാൽ 1903 ഫിറോസ്പൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. यशपाल विद्यार्थी काल से ही क्रांतिकारी गतिविधियों से जुड़ गए थे. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ക്രാന്തികാരി, റവല്യൂഷനിസ്റ്റായിട്ട് ആണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം നമ്മുടെ ഭഗത് സിംഗിൻ്റെയൊക്കെ കൂടെ भगत सिंह आदि के साथ मिलकर इन्होंने भारतीय स्वतंत्रता आंदोलन में भाग लिया था. ഭഗത് സിംഗിൻ്റെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭഗത് സിംഗിനെ പറ്റി മക്കൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടാവും. യശ്പാൽ की प्रमुख कृतियाँ है देशद्रोही पार्टी कॉमरेड, दादा कॉमरेड, झूठा सच तथा मेरी तेरी उनकी बात, ये उपन्यास है. देन ज्ञानदान, तर्क का तूफान, पिंजड़े की उड़ान, फूलों का कुर्ता, उत्तराधिकारी, सभी कहानी संग्रह और सिंहावलोकन आत्मकथा. सो इन्होंने उपन्यास लिखे हैं, कहानी लिखी है और आत्मकथा भी. और मेरी तेरी उसकी बात पर यशपाल को साहित्यिक अकादमी पुरस्कार भी मिला था. सो प्रस्तुत कहानी में, हमारी इस कहानी दुख का अधिकार कहानी में देश में फैले अंधविश्वासों और ऊंच नीच के भेदभाव को बेनकाब करते हुए वो बताते हैं कि दुख की अनुभूति सभी को समान रूप से होती है. ഇദ്ദേഹം ഈ കഥയിലൂടെ, ദുഃഖ് കാ അധികാർ എന്ന കഥയിലൂടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുകയാണ്. പണ്ട് കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും പിന്നെ ഊഞ്ച നീച്ച ഭാവങ്ങൾ, അല്ലേ, ഉന്നത ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെന്നുള്ള ആ ഭേദഭാവങ്ങളൊക്കെ എതിർക്കുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു യശ്പാൽജി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദുഃഖം എന്ന് പറയുന്നത് അത് പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും പ്രത്യേകമല്ല. പാവപ്പെട്ടവൻ്റെ ദുഃഖം വേറെ, പണക്കാരൻ്റെ വലിയ ദുഃഖം, പാവപ്പെട്ടവൻ്റെ ചെറിയ ദുഃഖം, അങ്ങനെയൊന്നുമില്ല. രണ്ടും തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം ഒരു ചെറിയ സ്റ്റോറിയാണ് മക്കൾക്കിവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ദുഃഖ് മാനേ കാ അധികാർ സഭി കോ ഹെ. എല്ലാവരും ദുഃഖം കൊണ്ടാടുന്നുണ്ട്, അല്ലേ? നമ്മുടെ ആരുടെയെങ്കിലും മരണം നടക്കുമ്പോൾ, അടുത്ത ബന്ധുവിൻ്റെയൊക്കെ മരണം നടക്കുമ്പോൾ ആ വീട്ടിൽ എല്ലാവരും ദുഃഖിച്ചും കൊണ്ട് കരഞ്ഞും കൊണ്ട് ആ ബന്ധുവിന് വിട നൽകുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അത് ചില പണക്കാരുടെ വീട്ടിൽ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പാവങ്ങളുടെ ദുഃഖത്തെ ആരും തന്നെ കണക്കാക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, സോ അദ്ദേഹം പറയാണ്, ദേശ് മേ ഐസേ ബി അഭാഗ്യ ലോഗ് ഹേ ജിനെ ന തോ ദുഃഖ് മൻനെ കാ അധികാർ ഹേ ന അവകാശ്. ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ജനങ്ങളും ഉണ്ട്, അവർക്ക് ദുഃഖം കൊണ്ടാടാൻ പോലും അവകാശമോ അധികാരമോ ഇല്ല എന്ന്. സോ പേജ് നമ്പർ മക്കളുടെ പേജ് നമ്പർ 14-15. ഓക്കെ, ദുഃഖ് കാ അധികാർ. ഓക്കെ മക്കൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ദുഃഖ് കാ അധികാർ. मनुष्यों की पोशाकें उन्हें विभिन्न श्रेणियों में बांटा देती है. प्रायः पोशाक ही समाज में मनुष्य का अधिकार और उसका दर्जा निश्चित करती है. वो हमें हमारे लिए अनेक बंद दरवाजे खोल देती है.
परंतु कभी ऐसी भी परिस्थिति आ जाती है कि हम ज़रा नीचे झुककर समाज की निचली श्रेणियों की अनुभूति को समझना चाहते हैं। उस समय यह पोशाक ही बंधन और अड़चन बन जाती है। जैसे वायु की लहरें कटी हुई पतंग को सहसा भूमि पर नहीं गिर जाने देती, उसी तरह खास परिस्थितियों में हमारी पोशाकें हमें झुक सकने से रोके रहती है. ഇവിടെ യശ്പാൽജി പറയുന്നത് മനുഷ്യോं की പോഷാക്ക് മീൻസ് ഡ്രസ്സാണ്, അവരുടെ വസ്ത്രധാരണം. മനുഷ്യരുടെ വസ്ത്രധാരണമാണ് അവനെ വിഭിന്ന ശ്രേണിയോമേ, അവൻ സമൂഹത്തിൽ പല തട്ടുകളിലായിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഉയർന്ന ജാതിക്കാരൻ, താഴ്ന്ന ജാതിക്കാരൻ, അങ്ങനെ. സോ അങ്ങനെയുള്ള പല ശ്രേണികളിലുള്ള ആൾക്കാരെ വേർതിരിക്കുന്നത് അവൻ്റെ വസ്ത്രധാരണ രീതി കൊണ്ട് കൂടിയാണ് അല്ലേ. ഉന്നത കുലജാതനായ ഒരാൾ ധരിക്കുന്ന നല്ല വസ്ത്രങ്ങളായിരിക്കില്ല ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാർ ധരിച്ചിരുന്നത് പണ്ട് കാലത്ത്. ഇപ്പോഴല്ല, ഇപ്പോൾ എല്ലാവരും ഈക്വലാണ്, സമന്മാരാണ്. सो प्रायः पोशाक ही समाज में मनुष्य का अधिकार और उसका दर्जा निश्चित कर. दर्जा मीन्स क्लास ആണ് അല്ലേ. ഫസ്റ്റ് ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ്റെ ഈ ഡ്രസ്സ് വസ്ത്രധാരണ രീതിയാണ് അവനെ മിഡിൽ ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ ആക്കി തീർക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ वो हमारे लिए अनेक बंद दरवाजे खोल देती है. അപ്പോൾ ഈ हमारे लिए अनेक बंद दरवाजे, ഈ വസ്ത്രധാരണം തന്നെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള വാതിലുകൾ, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ പോലും തുറന്നു തരാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മുടെ ഈ വസ്ത്രധാരണം കൊണ്ട് നമുക്ക് സ്വീകരണം കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ വലിയ ആൾക്കാർ എന്നുള്ള പരിഗണന മനുഷ്യർ കൊടുക്കാറുണ്ട്. അപ്പോൾ വലിയ ആൾക്കാർക്ക് മുൻഗണന കൊടുക്കാറുണ്ട് എന്നാണ് യശ്പാൽജി പറയുന്നത്. അത് ഏറെക്കുറെ സത്യവുമാണ് അല്ലേ. परंतु कभी ऐसा भी परिस्थिति आ जाती है कि हम ज़रा नीचे झुककर समाज की निचली श्रेणियों की अनुभूति को समझना चाहते हैं. उस समय ये पोशाक ही बंधन और अड़चन बन जाती है. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ ഇതേപോലെ നമുക്ക് സമൂഹത്തിൽ വിലയും നിലയും തരുന്നത് നമ്മുടെ വസ്ത്രധാരണ രീതിയാണ്. പക്ഷേ പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മെ തടസ്സപ്പെടുത്തുന്നതും ഈ വസ്ത്രധാരണ രീതി തന്നെയാണ്. കാരണം ജैसे वायु की लहरें कटी हुई पतंग को सहसा भूमि पर नहीं गिरा जाने देती, उसी तरह खास परिस्थितियों में हमारी पोशाक हमें झुक सकने से रोके रहती है. ചില സമയങ്ങളിൽ എപ്രകാരമാണോ പൊട്ടിയ പട്ടം വായുവിൽ നിന്നും പറന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുന്നേ അല്ലേ എന്താണ് ചെയ്യുന്നത്, ഭൂമി പർ നഹി ഗിരാ ജാനേ ദേത്തി, കുറച്ച് സമയത്തേക്ക് അത് ഭൂമിയിലേക്ക് വരുന്നില്ല, അവിടുന്ന് പാറിക്കളിക്കുന്നു. അതേപോലെ ചില പരിസ്ഥിതികളിൽ നമ്മുടെ വേഷങ്ങളും നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാൻ തടസ്സപ്പെടുത്തുന്നു, പെട്ടെന്നത് ചെയ്യാൻ നമ്മെ അനുവദിക്കുന്നില്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിളായിട്ടാണ് അടുത്ത സ്റ്റോറി. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫ്. അടുത്ത ലൈൻസ് മുതലാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, बाज़ार में फुटपाथ पर कुछ खरबूजे डलिया में और कुछ ज़मीन पर बिक्री के लिए रखे जाने पड़ते थे. खरबूजों के समीप एक अधेड़ उम्र की औरत बैठी रो रही थी. खरबूजे बिक्री के लिए थे, परंतु उन्हें खरीदने के लिए कोई कैसे आगे बढ़ता. खरबूजों को बेचने वाली तो कपड़े से मुँह छिपाए सिर को घुटनों पर रखे फफक फफक कर रो रही थी. എന്താ പറഞ്ഞിരിക്കുന്നത്, ബാസാർ മേ, ബാസാർ മീൻസ് മാർക്കറ്റ്, ഇൻ ദ മാർക്കറ്റ്, ഫുട്പാത്ത് പർ, ഫുട്പാത്ത് യു നോസ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ ഫുട്പാത്ത് അല്ലേ. ഫുട്പാത്തിൽ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഫുട്പാത്തിലിരുന്നിട്ട് ഫുട്പാത്ത് പർ കുച്ച് ഖർബൂജെ, ഖർബൂജ മീൻസ് മക്കൾക്കറിയായിരിക്കും, ഖർബൂജ എന്ന് പറഞ്ഞാൽ മെലണാണ്. ഓക്കെ, ഇതാ കറി വെക്കുന്നത് വാട്ടർ മെലൺ അല്ല,
എന്ന് നമ്മൾ തണ്ണിമത്തനല്ല, മെലൺ എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ എന്ന് പറയും. ഓക്കെ, മെലൺ പലതരത്തിലും ഉണ്ട് ഇത്. ഓക്കെ, സോ ഇതിൻ്റെ പച്ചയുണ്ട്, ലൈറ്റ് കളറുണ്ട്. അപ്പോൾ ബാസാർ മേ ഫുട്പാത്ത് പർ കുച്ച് ഖർബൂജെ ഡാലിയ മീൻസ് ബാസ്ക്കറ്റ്. ഓക്കെ, കുച്ച് ജമീൻ പർ കുറച്ച് താഴെ നിലത്തും, അതാണ് പിക്ചറിൽ കാണുന്നത്. ബിക്രി കെ ലിയെ റഖേ ജാൻ പടുത്തേക്ക്, അത് വിൽക്കാൻ വേണ്ടി, ഫോർ സെല്ലിങ്, അതാണ് ബിക്രി. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടി വെച്ചതുപോലെ തോന്നിച്ചു. ബാസാർ മേ ഫുട്പാത്ത് പർ, മാർക്കറ്റിൽ ഫുട്പാത്തിൽ കുറച്ച് ഖർബൂജെ, കുറച്ച് മെലൺ അല്ലേ, അത് എന്താണ് ഡലിയാമേ ഒരു ബാസ്ക്കറ്റിലും പിന്നെ കുറച്ച് നിലത്തുമായിട്ട് ഇങ്ങനെ വിൽക്കാൻ വെച്ചതായിട്ടാണ് തോന്നുന്നത്. ഖർബൂജോ കെ സമീപേക്ക് അധേഡ് ഉമ്ര കി ഔറത്ത് ബൈഠി റോ റഹി തി, അവിടെ ആ ഖർബൂജ മുന്നിൽ വെച്ചിട്ട് അതിൻ്റെ പിന്നിലിരിക്കുന്ന ഒരു സ്ത്രീ അല്ലേ, ഒരു സ്ത്രീ ഇരുന്ന് വിൽക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ എക് അധേഡ് ഉമ്ര, മിഡിൽ ഏജ്ഡ് ലേഡിയാണ്. ഓക്കെ, അധേഡ് ഉമ്ര ഏകദേശം ഒരു മധ്യവയസ്ക. ഉമ്രക്ക് ഔറത്ത് ബൈഠി റോ റഹീത്ത്, ഒരു സ്ത്രീ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഖർബൂജെ ബിക്രി കെലിയത്തെ, ഖർബൂജ അവിടെ വെച്ചിരിക്കുന്നത് വിൽക്കാൻ വേണ്ടി തന്നെയാണ് അല്ലേ, ഇറ്റ് ഇസ് ഫോർ സെയിലിംഗ്. പരന്തു ഉനെ ഖരീദനെ കെ ലിയെ കോയി കൈസെ ആകെ ബഡ്താ, പക്ഷെ അത് വാങ്ങാൻ ആരെങ്കിലും മുന്നോട്ട് വരണ്ടേ, എങ്ങനെ വരും? കാരണം खरबूजों को बेचने वाली तो कपड़े से मुँह छिपाए सिर को घुटनों पर रखे फफक फफक कर रो रही थी. അവരവിടെ ഇരുന്ന് കർബൂജ വേണോ എന്ന് വിളിച്ച് പറയുകയല്ല ചെയ്യുന്നത്, സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വിളിച്ച് പറയുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താ, വോ അപ്നെ खरबूजे बिक्री के लिए थे परंतु खरीदने के लिए कोई कैसे आगे बढ़ता. खरबूजों को बेचने वाली तो കപ്പടേ സേ മുഹ് ചിപ്പായേ, ആ വസ്ത്രങ്ങൾ കൊണ്ട് മുഖം മറച്ചിട്ട് അല്ലേ, കപ്പടേ സേ മുഹ് ചിപ്പായേ, ഹൈഡൺ ഹർ ഫേസ് ഇൻ ഹർ ക്ലോത്ത് അല്ലേ. സോ മുഹ് ചിപ്പായേ സിർക്കോ ഘുട്ടനോ പർ രഖേ, സിർക്കോ ഘുട്ടനോ പർ രഖ്ന മീൻസ് എന്താണ്, അവരുടെ തല കാൽമുട്ടുകളിലേക്ക് കമിഴ്ന്ന് കിടക്കുകയാണ്. തല കാൽമുട്ടിൽ വെച്ചിട്ട് അവർ കുനിഞ്ഞ് കിടക്കുകയാണ്, അവിടെ കുനിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, മുഹ് ചിപ്പായെ സിർക്കോ ഘുട്ടനോ പർ, ഘുട്ടന മീൻസ് നീസാണ്, മുട്ടുകൾ. പറക്കെ ഫഫക്ക് ഫഫക്ക് കറോ, ഫഫക്ക് ഫഫക്ക് കറോ എന്ന് പറഞ്ഞാൽ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അവരവിടെ ഇരുന്ന് തേങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.